നമുക്കൊന്ന് താഴേക്ക് പോകാൻ കേട്ടോ ഗൈസ്. രാവിലെ ഗൈസ് സമയം നോക്ക് 9 മണി ആയിട്ടേ ഉള്ളൂ. നമ്മൾ താഴെ പുഴയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അലക്കണം, കുളിക്കണം, തല കുളിക്കണം. ഇത് കണ്ടില്ലേ ഗൈസ്, എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് മറക്കരുത് ഗൈസ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. കാരണം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടില്ലേ ചീങ്ങലപ്പുഴയിലെ എന്താ പറയാ സാധനം ഒക്കെ വെട്ടി, അതായത് കാടൊക്കെ വെട്ടി കളയുമ്പോഴത്തേക്ക് എന്താ പറയാ ഭയങ്കര വെയിലാണ് കേട്ടോ. ആ കല്ലിലേക്കൊക്കെ നിറച്ചും വെയിൽ വരും. കല്ലിലേക്കാണ് സൂര്യൻ വന്ന് കല്ല് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ ഗൈസ്. സോസ്കാണ് അത് ഫോൺ ഇടാനാട്ടോ. അപ്പൊ നമ്മൾ രാവിലെ പോവാന്ന് ഓർത്തു. ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ മഞ്ഞൊക്കെ ഒന്ന് ഇറങ്ങി ഗൈസേതേ ജുവാന എന്ന് പറയുന്ന അമ്മ പോകുന്നുണ്ട്. കുട്ടിമണി ഇത് എവിടെ ഉണ്ടാ കുട്ടി ശുഭമണിയെ ഗൈസ്. അവൻ പുല്ലിനോട് അവിടെ നിൽക്കടാ അവസ്ഥയാ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു പറയാൻ വന്നേ, ഭയങ്കര വെയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വരാമെന്ന് വെച്ചു. കാരണം ഈ വെയിൽ കൊള്ളാൻ പറ്റില്ല ഗൈസ്. കാരണം അത്രയ്ക്ക് വെയിലാണ്, ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല. പിന്നെ പറയുമ്പോൾ ഇന്നൊരു മഴയുടെ ഒരു ചാലുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താ അറിയോ, ഇന്നലെ നല്ല മഴയായിരുന്നു ഗൈസ്. നല്ല മഴ, മോസ്റ്റ് മഴ. അതും ഇന്നലെ രാത്രിക്കായിരുന്നു മഴ. നിങ്ങളുടെ അങ്ങോട്ട് മഴ ഉണ്ടായിരുന്നോ? ഇന്നലെ നല്ല രാത്രിക്ക് നല്ല മഴയും നല്ല കാറ്റും നല്ല മോസ്റ്റ് ഇടിയും കാര്യങ്ങളൊക്കെ. അതാണ് നല്ല മോസ്റ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ. അപ്പം എന്താ പറയാ, അപ്പം അതുകൊണ്ട് ഇന്നലെ രാത്രി പിന്നെ പെയ്ത് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് എന്താ പറയാ സൂര്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര സീനായ കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ റോഡൊക്കെ ഫുള്ള് നനഞ്ഞ് കിടക്കുവാണ് ഗൈസ്. ഫുള്ളും അതെ കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല ഗൈസ്. മോസ്റ്റാണ്. നല്ല തണുപ്പുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് വേഗം എന്താക്കാം, പുഴയിലേക്ക് നടക്കാം. എഗെയിൻ നമ്മളിതേ ഗൈസ് നമ്മുടെ പുളിമരത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പോയാലും ഒരു പുളി കഴിക്കാതെ പോകുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യമാണ്. ഇത്രയും പിഞ്ചായതാണ് കഴിച്ച് കഴിക്കാൻ. ഇത്രയും പിഞ്ചായാണ് കറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അതെ സമയം ഇഷ്ടപ്പെട്ടു ഗൈസ്, മോസ്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഗൈസ് ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മരം? ഇത് നമ്മൾ കാട്ടുചാമ്പാന്ന് പറയും. ഇത് കണ്ടില്ലേ, അതിൻ്റെ പൂ നിങ്ങൾ കണ്ടോ? നല്ല രസമില്ല അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ നിൽക്കുന്നതൊക്കെ അതിൻ്റെ കായാണ്. അത് പിന്നെ ദേ ഇതുപോലെ കണ്ടോ, ഇതുപോലെ മൊട്ടാകും. എന്നിട്ട് ഇതേ ലാസ്റ്റ് നോക്ക് പൂവാകും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല രസമില്ലേ ഗൈസ്? എൻ്റെ പൂ കാണാൻ നല്ല രസമാണ് ഗൈസ്. ഒരു സ്പെഷ്യൽ രസം തിന്നാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ പൂ തിന്നാൻ പറ്റും. കഴിക്കടാ. ചെറിയൊരു മധുരം, പിന്നെ ചാമ്പയ്ക്കാൻ്റെ ചുവ എവിടെയോ ഒരു ചുവയുണ്ട്. കടിയാമ്പാണ് നമ്മൾ പറയാ. നല്ല രസമാണ് ഗൈസ്, മോസ്റ്റാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അയ്യോ, മോസ്റ്റാണ് ഗൈസ്. വേഗം നടക്കാട്ടോ ഗൈസ്. അപ്പം നമ്മുടെ മഹത് വ്യക്തികൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മോസ്റ്റാണ്. അപ്പതേ നമ്മളെ എവിടെ ഗൈസ് കണ്ടില്ലേ, ഞാൻ എവിടെ എന്നാലും മയില് പറക്കും. അതൊരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾക്ക് നിങ്ങൾക്കൊരു സാധനം ഓക്കെ ഗൈസ്, ഒരു മോസ്റ്റ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഞാൻ ഇതുവരെ കാണിച്ചു തരാത്തൊരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തരാത്ത സാധനമുണ്ട്. അയ്യോ, ഇവിടെ വേറൊരു സാധനം ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതൊരു ബിഗ്ഗാ. ഇത് കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഒരു ടൈപ്പ് പുളിയാണ് കേട്ടോ. ഇത് കൊമ്പൻ പുളിയാ. ഇത് കണ്ടില്ലേ, ഇത് ഇതിന്റെ സാധനത്തിന് എന്ത് പുളിയാ, ഭയങ്കര പുളി. ഇതിന്റെ കൊമ്പിന് ഭയങ്കര പുളിയാ. മറ്റേ പുളി പോലത്തെ പുളിയല്ല. നല്ല രസം. കുറച്ചുകൂടി പിഞ്ച് വേണം. ഇത് ഇത്രയും മൂത്തതാ. നല്ല രസം, മോസ്റ്റ് ആയിട്ടുണ്ട്. എന്റെ വയസ്സേ നോക്കി, ഇവിടെ അട്ടമഴ. അയ്യോ, എന്തോരട്ടയോ ഐസിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഐസ് ആ തല നീട്ടുന്നത് കണ്ടോ, അമ്മേന്റെ കാലും. ഇത് ഇത്ര ഒട്ടയെന്ന് അതാ കുഞ്ഞാച്ചിന്റെ കാലിലട്ടാ. എന്താടാ കുഞ്ഞാച്ചിന്റെ കാലി കടയുടെ
അവിടെയാണ് ഇത് ഈ അട്ടകളുടെ ഒരു കേന്ദ്രം കേട്ടോ. ഒരിടയ്ക്ക് ഈ അട്ട ഭയങ്കരമായിട്ട് എന്റെ കൈസേ കൊറേ എണ്ണം കാല് പൊതിയും. ഇത് കണ്ടില്ലേ, കാല് പൊതിക്കും നമ്മുടെ അട്ട കടിച്ച അത്രയ്ക്ക് മോശം. അതാ അട്ടമഴ. ഇതിനെയും കൂടി ഇടും. അയ്യോ എന്തോരം നിറച്ചുകൊണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പറഞ്ഞ കടിക്കണം. എന്താടാ ഓ വാവ്, എന്റെ കാഴ്ച 4 അട്ടേനെ കീഴിട്ടുണ്ട്. എനിക്കൊരു വീഡിയോ എടുക്കണം. എന്റെ കാഴ്ച നോക്കപ്പോ നിറച്ചു അട്ടേനെ 6 എണ്ണത്തിന്. നേരത്തെ നമുക്ക് 4 എണ്ണായിരുന്നു, 2 എണ്ണത്തിനെ കൂടി കടിക്കുന്നുണ്ട്. ഓക്കെ ഞാൻ വന്നു ഗൈസ്. ഒന്നത്തിനെ കാണിച്ചു കൊടുക്കട്ടെ ഗൈസിന്. ഗൈസ് അപ്പൊ നമുക്ക് 6 എണ്ണത്തിനെ കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ എന്റെ ദൈവമേ ഗൈസ്, നമ്മൾ ലൈക്കാനെ കൊണ്ടുവരാതിരുന്നായിരുന്നു. ലൈക്കക്കുട്ടി എങ്ങനെ വന്നിട്ടുണ്ട് ഞാനും. ഓക്കെ ഗൈസ്, ഇത് കണ്ടില്ലേ. അയ്യോ കടിച്ച കോരാ, നീ കടിച്ചോടെ തന്നെ. കടിക്കാൻ പോയത് പോകാല ഇല്ല കേട്ടോ. ഞാൻ കടിച്ചിട്ടൊന്നുമില്ല കുഞ്ഞാച്ചിയുടെ പല്ലിൽ ഒട്ടിപ്പിടിച്ചത്. വീഡിയോ ഉണ്ട്, കാണിച്ചാർന്നോ? അട്ടയ്ക്ക് എന്നെ കടിക്കാം, ഞാൻ അട്ടനെ കടിക്കത്തില്ല അല്ലേ? അങ്ങനെ വേണ്ട, നീ ഇങ്ങോട്ട് അടിച്ച് അങ്ങോട്ടും കടിക്കും. പാങ്കൻ ഭയങ്കര സെൽഫിഷാ ഗൈസ്. ഞങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പാങ്കൻ അസൂയ. ഞങ്ങളെ സൗന്ദര്യം എന്റെ കാഴ്ച ഗൈസ്, അതൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഒന്ന് എനിക്കെടുത്ത ഗൈസ്, അവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. ഒരു വീടും ഒറ്റയ്ക്ക് പങ്കന്റെ മുഖം ഭയങ്കര സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് കാണുന്നുണ്ട്. ബിഗ് ബോസ് ആണ് ഞങ്ങള്. നിങ്ങളാതിരി വൈൽഡായി നിക്ക്. നിങ്ങളാതിരി വൈൽഡായി നിക്ക്. വേണം, എനിക്കും വേണം, കുഞ്ഞാറ്റിക്കും വേണം, പങ്കന് മാത്രം വേണ്ട. അതന്നെ ഗൈസ്. അപ്പൊ ഞാനിവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഞാനിവിടെ കണ്ടു. എല്ലാ ശരിയാണ്, നഗാനും ഓടിച്ചാല് നടക്കില്ല കേട്ടോ. ഗൈസ് കുട്ടിമണിയിലേക്ക് ഇവിടെ വൻ മാച്ചാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? കുട്ടി 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 അതാ മാർക്കോയാവാ. എന്തൊക്കെ കണ്ടാലേ. അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് ഈ ഹിഡൻ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ ഹിഡൻ സ്പോട്ട് എന്ന് പറയുമ്പോ ഇതാണ്. അയ്യോ ഗൈസ്, ഇവിടെ മഴ പെയ്തുകൊണ്ടാകെ സീനായല്ലോ ഗൈസ്. ഇതൊക്കെ ഗൈസ് ഇതൊരു പനയാണ് കേട്ടോ മോസ്റ്റ് ആയിട്ടുള്ളത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കണ്ടോ ഗൈസ്, ഇവിടെ ഉറവയായിരുന്നു കേട്ടോ. ഇത് ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഫുള്ള് എന്ത് കാടാ നിങ്ങളൊന്ന് നോക്കിക്കേ. ഫുള്ള് കാടാ. നമ്മുടെ 2 മാവ് ദേ നിങ്ങൾക്ക് മാങ്ങ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇത് കണ്ടില്ലേ, മാമ്പഴം പഴുത്താൽ പിന്നെ ഒരു രക്ഷയില്ല. മോസ്റ്റ് മാമ്പഴമായിരിക്കും. മഴ പോലെ ഇരിക്കും മാമ്പഴം. നമുക്ക് നിറച്ചും എടുത്ത് തിന്നാൻ പറ്റും. അയ്യോ ഇപ്പോൾ വന്നിട്ട് ഇങ്ങോട്ട് തട്ടിയിടുകയും ചെയ്യും. ഞാനാണ് ഇവിടെ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇവിടെ നല്ല ഉറവയൊക്കെ ഒഴുകി നല്ല രസമായിരുന്നു. ഭയങ്കര അഡ്വഞ്ചറസ് ആണ് ഗൈസ്. ഇവിടെ ഇതിലേക്കൂടി നടന്നു പോകാൻ എന്തൊരു കഷ്ടമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഭയങ്കര അവസ്ഥയാണ്. അവിടെ ഉറവയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഉറവ് ഫുൾ വറ്റിക്കിടക്കുക. കാരണം അത് സമ്മർ ആയതുകൊണ്ടാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ മഴ പെയ്തല്ലോ, അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഉറവ ഇനി വീണ്ടും ഉറവും. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അട്ട മഴ പെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ മഴക്കാലം ആകുമ്പോൾ ഇതിലും മോസ്റ്റ് ആയിട്ട് നല്ല അട്ടകളുണ്ടാവും ഗൈസ്. ബിഗ് അട്ടകളുണ്ടാവും, ചെറിയ അട്ടകളുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോത്തട്ടാന്നൊക്കെ അല്ലേ? പോത്തട്ടൊന്നുമില്ല, പക്ഷേ പോത്തട്ടേനെ പോലത്തെ ചെറുതുണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഭയങ്കര ഇതാണ് ഗൈസ്, മോസ്റ്റാണ് ഗൈസ്. ഗൈസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ കായ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടില്ലേ, വേരിലൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് കായാണ്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, അമ്മയ്ക്ക് അറിയാം ഇതിൻ്റെ പേരെന്താന്ന്. ഇതിങ്ങനെ പഴുക്കുന്ന പോലെയൊക്കെ ആവും കേട്ടോ. പഴുത്തൊരു ഓറഞ്ച് യെല്ലോ കളറാകുമ്പം തിന്നാൻ ഒരു രസമാണ്. കണ്ടില്ലേ പച്ചയിൽ നോക്കി എന്തോ സാധനമൊക്കെ ഉണ്ട്, എന്തോ കറയൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടില്ലേ ഇത് കണ്ടോ, വെയിലുണ്ടാവുന്ന എന്തോ ഒരു സാധനം. അടിച്ചു നോക്കിയാലാ?
പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഒരു പച്ചച്ചോവ എനിക്ക് ആ പച്ചച്ചോവ ഇഷ്ടമല്ല. ഇതേ ഈ മരത്തിൽ നിറച്ചും നിൽക്കുന്നത് ഇതേ ആ കായാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? വല്ലതും കാണുന്നുണ്ടോ? ഞാനിവിടുന്ന് ക്യാമറയും വീഴും, ഞാനും വീഴും. ഇത് കണ്ടോ? ഇതുണ്ടോ? ഇതേ താഴേക്ക് കൊക്കയാട്ടോ. കിട്ടില്ല ഗൈസ്. അവസ്ഥയാണ്, മോശം അവസ്ഥയാണ്. നിലത്തൊക്കെ കുറേ പഴുത്തത് വീണ് കിടപ്പുണ്ട്. ചെറിയൊരു മധുരം, നമ്മുടെ ഈ അത്തിപ്പഴമല്ലേ, അത്തിപ്പഴമൊക്കെ പോലെ തന്നെ തോന്നും, പക്ഷെ അതുപോലെയൊന്നും അല്ല, അതുപോലെ ഉണ്ട്. എൻ്റെ ഗൈസ് ഇത് നിങ്ങൾക്കറിയാം ഗൈസ്, ഇതിനെ നമ്മൾ പൂച്ചയിലാന്നും എണ്ണയില എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയോ? എന്താ കൊതുകല്ലേ ഗൈസ്? കണ്ടില്ലേ കൊതുക്? പൂച്ചയിലാന്ന് എണ്ണയില എന്നൊക്കെ ഇതിന് പറയും. നല്ല മണമാണ്. നമ്മൾ ഈ ചക്കയുടെയും അതുപോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ ഇതിലുണ്ടാക്കും. അപ്പോൾ ഈ ഇലേൻ്റെ ഒരു മണത്തിലൊരു ടേസ്റ്റ് കിട്ടും ഗൈസ്. മനസ്സിലായില്ലേ? നല്ല രസമാണ് ഗൈസ് ഈ ഇല വന്നിട്ട്. ഇത് കണ്ടില്ലേ? നല്ല മോസ്റ്റായിട്ടുള്ള, നമ്മളിതിന് പൂച്ചയില എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയുന്നതെന്ന് പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഗൈസ്. പല സ്ഥലത്തും പല പല ഇതായിരിക്കുമല്ലോ, അപ്പോൾ പറയാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടില്ലേ ഗൈസ്? ഇപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ കളയുകയും ചെയ്യും കേട്ടോ. ശരി ശരി ശരി. ആരാണ് ആദ്യം മടിയിൽ കയറുന്നത് നോക്കാട്ടോ. ശരി ഗൈസ്, അപ്പൊ ഇവര് മത്സരമാണ് കേട്ടോ ഗൈസ്. ഉമ്മ എന്താണ്? ശരി 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 ശരി. ഗൈസേട്ടാ കുരുവിനടിയാണോ? ഇതുണ്ട് ഗൈസ്, എന്റെ മുഖത്ത് ഓർമ്മ പഴുത്ത തേപ്പുണ്ട് ഗൈസ്. മോസ്റ്റാണ് ഗൈസ്. മോസ്റ്റ് ആയിട്ടുള്ളൊരു ചീര കേട്ടോ, ശുക്രവാണി. ഇത് തോരൻ വെച്ചാൽ എല്ലാ ചീരകളെക്കാട്ടും മോസ്റ്റ് ടേസ്റ്റാണ് ഗൈസ്. അടുത്തേക്ക് കാണിച്ചു കൊടുത്ത ഗൈസിന്. ഇത് കണ്ടില്ലേ? നമുക്കത് കഴിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചയ്ക്ക് കഴിക്കാൻ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, എൻ്റെ ഫസ്റ്റ് വീഡിയോ തിന്നുന്നതാണ്. നല്ല മോശമായ നല്ല മോശം ടേസ്റ്റിനായ രക്ഷയില്ല. നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ എല്ലാവരും. എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ. അത് തന്നെ കഴിച്ചു നോക്കാൻ അത് മറക്കാൻ കേട്ടോ. ഇല്ല എവിടെ ദീപങ്ക അതുകൊണ്ട് കാണിക്കും. JCB നമ്മുടെ വയലിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. JCB അല്ല, വയലിലേക്ക് JCB ഇറങ്ങുന്നത്. JCB അവിടെ എന്തോ ഒരു പണിയാണ്. എന്തൊക്കെയാണല്ലോ ഈ JCB അതല്ലേ ലോറി എന്നൊക്കെ പറയുമ്പം അതൊക്കെ എന്നോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടവും പ്രത്യേക എന്തോ ഇതാണ്. കാരണം അത് വലിയ വണ്ടികളല്ലേ, അത് കാരണം തന്നെ ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു ഇഷ്ടം തന്നെ ഉണ്ട്. കുഞ്ഞാച്ചി കാണിച്ചു തരാം കേട്ടോ. അയ്യോ ഇത് കണ്ടില്ലേ ഗൈസ്? അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു 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 യെല്ലോ ഓറഞ്ച് കളറിൽ JCB നിൽപ്പുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ നമുക്ക് എന്താ പറയുക, അപ്പുറത്തേക്ക് പോലും ഭയങ്കര സീനാണ് ഗൈസ്, മോസ്റ്റാണ് ഗൈസ്. അപ്പോൾ നമ്മളിതേ നമ്മുടെ പുഴയെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസേ. അമ്മേ എൻ്റെ ദൈവമേ, അത് വെട്ടിക്കളഞ്ഞു അല്ലേ എൻ്റെ ഗൈസ്? ഏതോ കാലമാടന്മാർ നോക്ക് ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്നിട്ട് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, കാല് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുള്ളത് നോക്ക്. അവരെ ഇരിക്കുന്ന സാധനം വെട്ടിക്കളഞ്ഞു. എന്തിനാ ഗൈസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗൈസ്? അപ്പോൾ നമ്മുടെ പുഴ നോക്ക്, പുഴയിൽ ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നോക്ക് അവിടെയാണ്, ഇവിടെ വരെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. വെള്ളം ദേ ഇത്ര ഇറങ്ങിയതാണ്, കണ്ടില്ലേ? ചെളിയൊക്കെ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഗൈസേ നല്ല കലക്ക വെള്ളം, മോസ്റ്റ് വെള്ളം കയറിയിട്ടുണ്ട്. എന്താ പറയുക, പക്ഷേ ഈ ഇത്രയും വെള്ളത്തിൽ ഒരു കണക്കിന് എനിക്ക് ഇഷ്ടമാണ്. നീന്താൻ നല്ല രസമാണ് ഗൈസ്, കാരണം ഇത്രയും വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. നല്ല വെള്ളമുള്ളപ്പോൾ നീന്താൻ നല്ല രസമാണല്ലോ. അപ്പോൾ അറിയില്ല ഗൈസ് ഇന്ന് എന്താവും അവസ്ഥ, അതൊക്കെ മോസ്റ്റാവും. കാരണം നമുക്ക് അങ്ങനത്തെ അവസ്ഥയിലാണ് ഗൈസ് നമ്മുടെ പുഴയിരിക്കുന്നത് ഗൈസേ. പക്ഷേ ഇപ്പം തലക്കെട്ടൊക്കെ അഴിച്ചു ഗൈസ്, മുടിയൊക്കെ കണ്ടില്ലേ ഭയങ്കര നീണ്ടു. അപ്പോൾ ഗൈസ് നോക്ക് നമ്മുടെ പാലം കാണിച്ചു തരാം.
നമ്മുടെ പാലം കണ്ടില്ലേ ഗൈസ്? ഇത് കണ്ടില്ലേ അമ്മേ ഇപ്പം വീഴുകയും ചെയ്തേനെ പണ്ടാരം. ഇത് കണ്ടില്ലേ ഗൈസ്? നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് എക്കലാണ് ഗൈസ്. ഇവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഇറങ്ങിയതാണ്. കാരണം നമ്മുടെ ഈ വെള്ളം നമ്മൾ നിങ്ങൾ കണ്ടില്ലേ 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴാണ് നല്ല വെള്ളം കയറുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ ഇപ്പം പുഴയിലേക്ക് ഇറങ്ങാനൊക്കെ സത്യമായിട്ടുണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ കലക്കവെള്ളത്തിലാണ് അധികവും ഈ ഞണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പാമ്പ് നീർക്കോലികളൊക്കെ കലക്കവെള്ളത്തിലാണ് അധികവും ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് അവരെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഭയങ്കര വിഷയമാണ് ഗൈസ് അത്. ഞാൻ ഒരു ഫ്ലവർ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് കണ്ടില്ലേ വിടേലിയൻ്റെ കാടാണ്. ഫുൾ കാട്. എനിക്ക് സത്യം നടക്കാൻ ഒരു പേടി. കാരണം പാമ്പും ചേമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ ദൈവമേ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സാഷ്ടാങ്കിച്ചിട്ടുണ്ട്. ഓക്കെ കയറി ഗൈസ്. അപ്പം ഞാൻ നിങ്ങളെ ഈ ഫ്ലവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് ഇതെന്ന്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് ഗൈസ് ഈ ഫ്ലവർ. അത് കണ്ടില്ലേ? നമ്മുടെ ഇഞ്ചിമാങ്ങേൻ്റെ ആണോ? ഇഞ്ചിമാങ്ങ മഞ്ഞളിൻ്റെ അല്ല, മഞ്ഞളിൻ്റെ അതാന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് കസ്തൂരി മഞ്ഞളാണോ അതോ ഇഞ്ചി മാങ്ങയാണോ എന്ന് അറിയത്തില്ല. പിന്നെ ഏതാ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഏതോ ഒന്നിൻ്റെ ഫ്ലവറാണ് ഗൈസ് ഇത്. ഇത് കണ്ടില്ലേ? നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് ഗൈസ്. എന്താ രസമല്ലേ? ലാവൻഡർ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണത്. അങ്ങനത്തെ കളറിലെ ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മോസ്റ്റ് നമ്മൾ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. നല്ല രസമായിരിക്കും, നല്ല മോസ്റ്റ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ ഗൈസ് ഈ ഫ്ലവർ? ഇതെനിക്ക് തോന്നുന്നു എന്താ പറയുക, അത് മഞ്ഞളാന്ന് തോന്നുന്നു. മഞ്ഞളാണോ എന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ. ഇവരൊക്കെ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതെ ഇത് കണ്ടില്ലേ ഗൈസ്? ഇവിടെയൊക്കെ നിറച്ചും കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഗൈസേ. അപ്പം ഞാൻ നല്ലൊരു ഫ്ലവർ പറിക്കാൻ ഓർത്തായിരുന്നു നിന്നത്, പക്ഷെ നല്ലതൊന്നും കാണുന്നില്ല ഗൈസേ. എനിക്കറിയില്ല ഞാനിപ്പം നല്ലത് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇവിടെ കുറച്ച് ഒരു കൂട്ടം നിൽപ്പുണ്ട്. ഓരോരോരോ കൂട്ടമായിട്ടാണ് ഗൈസ് ഇവിടെ നിൽക്കുന്നത് ഗൈസ്. ദേ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, നല്ല ഫ്ലവറാണിത്. നമുക്കത് പറിക്കാം കേട്ടോ. ഈ കൈ കൊണ്ട് പറിക്കാൻ എനിക്ക് പേടിയാണ്, കാരണം എൻ്റെ നഖം പൊട്ടും. അതുപോലെ ലൈക്കക്കുട്ടി വന്നിട്ടുണ്ട്. ഇത് നല്ല ഫ്ലവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കിവിടെ മോസ്റ്റ് ആയിട്ട് നല്ല ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടില്ലേ എങ്ങനെയുണ്ട്? നല്ല മോസ്റ്റ് ആയിട്ടില്ല ഗൈസേ. നോക്ക് പതുക്കെ വെയിൽ വരാണ്ട്, വെയിൽ വന്നിട്ടില്ല. അത് കണ്ടില്ലേ? വെയിലൊന്നും വന്നിട്ടില്ല, പതുക്കെ ഒന്നും ഇതായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും കണ്ണു പോലും തുറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്ലവർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്ത് രസമാണ് എൻ്റെ ഇത് കാണാൻ. നല്ലൊരു മണമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇഞ്ചി മാങ്ങേൻ്റെ മണം പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അറിയത്തില്ല കേട്ടോ ഗൈസ്. എന്തായാലും നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് ഗൈസ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലവർ തരുവാണ്. ഇതാ ഗൈസ്, നിങ്ങൾ ഈ ഫ്ലവർ എടുത്തോ. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഐ ലവ് യു ഗൈസ്, ലവ് യു സോ മച്ച് ഗൈസ്. ഇതാ നിങ്ങൾ ഈ ഫ്ലവർ എടുത്തോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഫ്ലവർ തന്നു. ഇതാ പിടിച്ചോ ഗൈസ്. അപ്പോൾ നമ്മുടെ മമ്മ അതേ നല്ല ഡിഫറെൻറ്റ് വെയിലാണ് ഇന്ന് അലക്കുന്നത്. കലങ്ങി പാമ്പ് കാലേ ചാടുന്നു. അയ്യോ അപ്പൊ നല്ല മാമാരിക്കുന്ന പോലെ ഉണ്ട് ഗൈസേ. അപ്പം തിന്നാൻ കൈക്കൊട്ട്, പാപ്പം തിന്നാൻ കൈക്കൊട്ട്, ഡോറാമോള് കൈക്കൊട്ട്, ഇമ്മ തിന്നാൻ കൈക്കൊട്ട്. അമ്മ എനിക്ക് ഈ പങ്കൻ എന്താ അറിയാമോ? പങ്കൻ മാത്രമുള്ളൂ പങ്കന്റെ വ്ളോഗ്. ഞങ്ങളൊന്നുമില്ല. ഇവരാരും എടുത്തു തരില്ല. അയ്യോ എനിക്ക് വ്ളോഗിൽ വരൂല്ല. പക്ഷെ നമ്മളൊക്കെ വേണ്ടേ ഗൈസ്? കുറച്ചുകൂടി വൈഡ് വേണമായിരുന്നു, എന്നാ പിന്നെ അടിപൊളിയാവുമായിരുന്നു. ക്യാമറ വേണം, മനസ്സിലായോ? ക്യാമറ വേണം. എന്താണ് ക്യാമറ? ആയിക്കോട്ടെ, ക്യാമറ വേണം. നീ അറിഞ്ഞോടാ ഡിജിന്റെ പുതിയ ആക്ഷൻ 4 അല്ലല്ലോ, ആക്ഷൻ 6 പോക്കറ്റ് 4 ഇറങ്ങിയിട്ടുണ്ട്. ക്യാമറ വേണം, വൈഡ് കിട്ടണേ. ക്യാമറ ഉണ്ടോടാ നിനക്ക്? ഫോണിലുള്ള ഞാൻ അയ്യോ കട്ട കലിപ്പ് തന്നെ, കൊച്ചു കട്ട കലിപ്പായി. മൾബറിന്റെ മരം ഉണ്ടാവുന്നുണ്ടല്ലോ അമ്മേ. മൾബറി അല്ല കേട്ടോ, മൾബറി ആണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ്
സൂമൊന്നും കറക്റ്റ് കിട്ടുന്നില്ല, കുഴപ്പമില്ല. എന്നാലും ഗൈസ് ഇത് മൾബറിമാരായിരുന്നു. ഇത് നല്ല അല്ല പോക്കറ്റ് 4 വെച്ചിട്ട് വിടർന്ന് നിന്ന മരം നെയ്സൂര് വെട്ടിക്കളഞ്ഞു ഇവിടെ വെയിലാക്കാൻ വേണ്ടിട്ട്. മോസ്റ്റാണ് ഗൈസ്, നമുക്ക് തലയിൽ കുളിക്കണം, മോസ്റ്റാണ്. ഗൈസ് അപ്പൊ നോക്ക് എന്റെ മുടി എല്ലാം പിന്നിട്ടുണ്ട് ഗൈസ്, നല്ല മോസ്റ്റായിട്ട്. നമ്മളിത് ഇവിടെ വിഡേലിയ ഫ്ലവർ ഇല്ലേ, അതിങ്ങനെ കുത്തി വെക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ടോ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആണോട്ടോ? അതെ കേട്ടോ, ശരി കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസേ. കുറച്ച് പൂക്കളും കൂടി നമ്മുടെ ഡിസൈനേഴ്സ് മിസ്സസ് കുഞ്ഞാച്ചി ആണ് ഗൈസ്. എന്താ ഞങ്ങളെ പറ്റി വിചാരിച്ചത്? ഞങ്ങൾ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ കുഞ്ഞാച്ചി. കൂടിയുള്ള കാലത്തൊക്കെ ഞങ്ങൾ കിണ്ണം കച്ചികളായിരുന്നു. കിണ്ണം കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. കിണ്ണങ്ങളായിരുന്നു. മോസ്റ്റാണ് ഗൈസ്. ഗൈസ് ഇപ്പൊ നോക്ക് മോസ്റ്റായിട്ട് ഞാന് പൂക്കളുടെ റാണി ആയിട്ടുണ്ട് ചിലരൊക്കെ. ഇല്ല ഇല്ല, ഞാനാണ് പൂക്കളുടെ ദേവത. പിന്നെ വിഡേലിയയുടെ ദേവതയായിട്ടുണ്ട്. വർത്താനൊക്കെ കോപ്പി അടിക്കുക എല്ലാം ഈ മുതിർന്നവര്. സത്യല്ലേ അനിയത്തിമാർ അതൊരു ഫാക്റ്റ് ആണോടാ. അല്ലേ അമ്മേ കണ്ടു വളരാന്ന് പറയുന്നേ. എന്നെ പോലെ ഉടായ്പ ചെയ്തോണ്ട് കിടക്കുക. അത് കാരണം പങ്കൻ ഉടായ്പ ചെയ്താൽ വഴക്ക് ഞങ്ങൾക്കാണ്. പിന്നെ ഞാനെന്താ എങ്കിലും വേണം എനിക്ക് അനിയത്തിമാരെ അനിയന്മാരൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഒന്നാമത് എന്റെ ഞങ്ങൾസിന് ഇഷ്ടമല്ല കേട്ടോ അമ്മേ. ഓ നമ്മള് 4 പേരാണെങ്കിൽ ആലോചിച്ചോക്ക്. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയാം. എനിക്ക് എന്റെ കഴിച്ച് ഒന്നും തോന്നുന്നു, എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾസ് എനിക്ക് അതോ ഉണ്ടായി നീ പാഠം പഠിച്ചാ ഞാൻ എടുത്തെറിഞ്ഞേനെ. അങ്ങനെ വേണം. അപ്പൊ ഗൈസ് മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അമ്മ എനിക്ക് ഞാൻ നീന്തുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഈ വെള്ളത്തിൽ നീന്താനോ? എന്താ ഈ വെള്ളത്തിൽ നീന്തിയാല്? ഓ അപ്പൊ നമ്മുടെ പുഴയിൽ പോയിട്ട് ഒഴുക്കിപ്പെട്ടിട്ടുണ്ടല്ലോ. 1 സ്പൂൺ പാൽപ്പൊടി 1 ലിറ്റർ. ഗൈസ് നിങ്ങൾക്ക് ചായ വേണോ? അമ്മേ ചിപ്സ് എടുക്കായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. ചായ മുക്കി ചിപ്സ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിത് തല കുളിക്കാണ്ട് പോവാ. ഞാൻ പക്ഷെ അതിന് മുമ്പ് തല കുളിച്ചിട്ട് എണ്ണ വെച്ചിട്ട് തല കുളിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് തല കുളിച്ചിട്ട് എണ്ണ വെച്ച തലയില് എണ്ണ വെക്കാം കേട്ടോ. എന്താ പറയുന്നത്? ജാസ്മിൻ ഓയിലാണ് ഇപ്പൊ യൂസ് ചെയ്തത്, കാരണം നമ്മുടെ കയ്യഞ്ഞാതി പനിക്കൂർക്ക എണ്ണ ഈസ് മിസ്സിംഗ്. I use this new hair oil, but this hair oil is not good for our hair because our hair get very fall. This hair oil causing hair fall. When we use this jasmine hair oil, that is not good for our hair because when we start to use this, our hair become very very going in the water, but Everywhere in the dust, in the rock, the hair, my hair, everywhere we look only hair. Only hair are hair are coming there. But I don't know. Okay, but I know. ഞാൻ നല്ല എണ്ണ വെച്ചിട്ടുണ്ട് മുടിയില്. എനിക്ക് ഈ എണ്ണ വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്, കാരണം എനിക്ക് എണ്ണ വെക്കുന്നത് ഇഷ്ടമാണ്. എന്താ പറയുന്നത്? ഇഷ്ടല്ല, പക്ഷെ ഇഷ്ടമാണ്. അപ്പം ഭയങ്കര അവസ്ഥയാണ് ഗായ്സ്. കണ്ടില്ലേ കാർക്കൂന്തൽ കണ്ടോ പങ്കന്റെ? പകുതി തന്നെയല്ലോ. ബാക്കിൽ ഇത് പങ്കന്റെ ഞാൻ എങ്ങനെ വാങ്ങും? കേറി വര്. ഒറ്റ അറിയില്ല. ഈ ചെരുവം മാറ്റാൻ ഇടിമിന്നല്ല അടിയിൽ നിൽക്കുന്നത് പേടി. അടുത്തുനിന്ന് പാടി ഇവിടെ ആളെ കാണുന്നുണ്ടോ? എന്തൊക്കെ ചെയ്തു. ആ ഷാമ്പു തലയിലാക്കിയിട്ട് കൊടുക്കുക. ഇത് പുതിയ ക്ലിനിക് പ്ലസിന്റെ ഹിബിസ്കസ് ആണ്. അതാ എന്താണ് അമ്മമ്മ അതൊന്നും എടുത്ത് മുകളിലേക്ക് വെച്ചേ? ലൈക്കുട്ടി ലൈക്കടാ ലൈക്കട്ടാ. അയ്യോ 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 നീ അവിടെ കുളിക്കലായി. ഇതെന്തേ? നിങ്ങൾക്ക് അത്ര ഷാമ്പൂന്റെ ആവശ്യമില്ല, കാരണം എനിക്ക് അധികം മുടിയുള്ളത്. കണ്ടോ, ഞാൻ എടുത്തോണ്ട് വന്ന ഷാമ്പു ആണ്. സത്യം.
പാവല്ലേ എടുക്കുവോ? ഹലോ പ്ലീസ്. എടുക്കുവാണ്. ഹലോ തല കഴുകാട്ടോ, നല്ല അസലായിട്ട് തല കഴുകാം. അസലായിട്ട് അല്ല ഇതിന്റെ പകുതി ഇത്രയും എന്തിനാ പങ്ക നിന്റെ തലമുടിക്ക്? ആണോ ഇത് തേച്ചു? മനസ്സിലായി ഇപ്പല്ല. വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എടുത്തോടാ അത്. തല കഴുകുന്നില്ല ഇങ്ങോട്ട് വേണോ? ആണോ? എന്നാ ഞാൻ അത് മുഴുവൻ എടുക്കുവാണ് ഗൈസ്. കാരണം എനിക്കൊരു ആ ഇച്ചിരി കുഞ്ഞാറ്റിക്ക് വെച്ചേക്ക് പങ്ക. കുറച്ച് വെക്കുന്ന പരിപാടിയില്ല, ഞാൻ എടുക്കുവാണെങ്കിൽ മുഴുവൻ എടുക്കും. ഇല്ലേ, ഞാൻ ഷാമ്പു ഇടാത്തതാട്ടോ. ഷാമ്പു ഇടുന്ന പക്ഷെ എല്ലാ വ്ലോഗിലും ഞാൻ ഷാമ്പു ഇടുന്നുണ്ട്. ഇടാറേ ഇല്ല ഞാൻ. കാരണം നമ്മള് ചെളി പോകാൻ മാസത്തിൽ ഒരിക്കലും ഇടണം. ഓ ചുഴി ചുഴി അതാ ചുഴി 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 എന്റെ കൈസ് എന്റെ അമ്മേ വിരലിന്റെ അത്രയും പോലും ഇല്ല ചുഴി. അതിപ്പോ ബർമുഡ ട്രയാങ്കിൾ വരെ ആയി. എന്താ ആ ചുഴിക്കുടി കറി മറ്റേ കടലിലെത്തും ആമസോണില്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്താടാ പ്രശ്നം? അയ്യോ ഗൈസ്, അപ്പം നെക്സ്റ്റ് സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നീന്താൻ പോകുന്നതാണ്. ഞാൻ മുണ്ട് കൊടുത്ത് നീന്തുന്നതാണ്. ഒന്ന് നീന്ത് ഗൈസ്. അപ്പൊ നമുക്ക് നീന്താം. അപ്പം രണ്ടും കളിപ്പിച്ച് ലാസ്റ്റ് നമ്മള് നീന്താൻ പോവാണ്. പക്ഷെ നീന്താൻ എന്തൊരു പേടി, വേറൊന്നുമല്ല, വെള്ളമാണ് പേടി. വെള്ളത്തിലല്ലോ എനിക്ക് നിക്കുന്നേ. പൊതുവെ വെള്ളം പേടിയില്ല. എന്താ പ്രശ്നം? ഒന്ന് നീന്തു. കാരണം എനിക്ക് വെള്ളത്തിന് എനിക്ക് അത്ര പേടിയില്ല. ആ ശരി, അത് മനസ്സിലാവുന്നുണ്ട്. കോഷനിലും ഞാൻ മുങ്ങും. ഓക്കെ മുങ്ങുള്ളൂ. പക്ഷെ ലാസ്റ്റ് റെഡ് സാറത്തിന്റെ അടുത്ത് എത്തും ചേച്ചി. ഓക്കെ, അപ്പൊ നീന്താൻ പോവാണ്. ആ വഴിയരികിൽ രണ്ടുപേര് നിപ്പുണ്ട് കേട്ടോ. നീന്തിട്ട് നീന്തോട്ടോ. 1 2 3 പറയാമോ? പറയാം. അവനെന്ന് എടുക്ക്. ഓക്കെ പറ. നിക്ക് അവനെ കുളിപ്പിച്ച് കയറ്റിട്ട് നീന്തിയാലോ? അതെ, അവന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഓ മുക്കി കൊല്ലുവാണോ? ഓക്കെ ഓക്കെ ഓക്കെ. 1 2 3. What a shot! ഷോ എന്നെ കുളിപ്പിച്ചു. ആമേനെ പേടിയില്ലടാ. ഒരു രക്ഷയില്ല. ഇത്രയും വെള്ളത്തിലാണ് നീന്തേണ്ടത്. എന്നെ ജും 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 ജും. ക്യാമറമാന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാ എന്റെ കാല് നനയ്ക്കുന്നേന്ന്? ഈ രണ്ടെണ്ണങ്ങളും കൂടെ ആ സോപ്പ് കളഞ്ഞു. കുഞ്ഞിന്റെ എല്ലാം അഴിയുന്നുണ്ട്. പാന്റ് അഴിഞ്ഞെല്ലാം തീർന്നു. അടിയിൽ എന്തേലും കാണുവോ? എവിടെ? നീ എന്താ കാണിക്കുന്നത്?